കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി, ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണം. ഇന്നിപ്പോൾ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ആയി. കുറേ പേര് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഫോർവേഡ് ചെയ്ത് തന്നു. ഞാൻ ന്യൂസുകളിലൂടെ പോകുന്ന സമയത്ത് ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററൊക്കെ സംസാരിക്കുമ്പോൾ കോളേജിൽ നിന്ന് ഈ പയ്യൻ നേരിട്ട ഒരു തരം എന്താ പറയുക, കളറിൻ്റെ, നിറത്തിൻ്റെ, ജാതിയുടെ, അങ്ങനെ പല രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ്. മനസ്സിലായോ? നിറമില്ലാത്തതിൻ്റെ പേരിൽ അവൻ അവിടുന്ന് നേരിട്ടൊരു അധിക്ഷേപം, അവൻ്റെ ജാതിയുടെ പേരിൽ നേരിടുന്ന അധിക്ഷേപം, അങ്ങനെ അച്ഛനും അമ്മയും വിങ്ങിപ്പൊട്ടി കരയുന്നത് ഈ കാര്യങ്ങളിലാണ്. ആൻഡ് റാഗിങ്, ഓക്കെ, സീനിയേഴ്സിൽ നിന്നുള്ള റാഗിങ്, HODയിൽ നിന്ന് ഈ പറഞ്ഞ എന്താ പറയുക അധിക്ഷേപങ്ങൾക്കുപരി വീട്ടിലുള്ളവരെ വരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു HOD. അങ്ങനെ ആകെ മൊത്തം ന്യൂസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇങ്ങനത്തെ സിമിലർ പാറ്റേണിലുള്ള കുട്ടികൾ ഇതേപോലെ സ്വയം അങ്ങോട്ട് പോയി ഇല്ലാതാവുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും, കോളേജിലും സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ. അപ്പം ഞാൻ ഇതിനകത്ത് ആ ഒരു പാറ്റേണുമായിട്ട് സിമിലാരിറ്റി കണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ കോളേജിലും കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പം പഠിക്കുന്നതും അവിടുന്ന് പഠിച്ചിറങ്ങിയതുമായിട്ടുള്ള കുട്ടികൾ വളരെ മോശമായ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനകത്ത് കുറേ അധികം വോയിസ് ക്ലിപ്പുകൾ വെച്ച് വീഡിയോ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന രീതിയിൽ കുട്ടികളെ അവിടുത്തെ സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യുന്ന, അവർ ഉപയോഗിക്കുന്ന വാക്കുകളടക്കം, അവർ ആ കുട്ടികൾ കടന്നു പോകുന്ന അവിടുത്തെ പല കുട്ടികളും, ഇതിവിടുത്തെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഓരോ പാർട്ടികളുടെയും യുവജന സംഘടനകൾ ഈ കോളേജിൽ പോയിട്ട് ഈ കുട്ടികളെ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ഡിപ്രഷന് മരുന്ന് പിടിക്കുന്ന കുട്ടികളാണ്. അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയ കുട്ടികളിൽ പല ആളുകളും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയവരാണ്. അവർ വേണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി അവിടെ വേറൊരു നിതിൻ ഉണ്ടാവാൻ പാടില്ല ആ കോളേജിൽ. അത്രയും മോശമായ രീതിയിൽ വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുള്ള ഒരു തരം താഴ്ന്ന കോളേജ് സെറ്റപ്പാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്നുള്ളത്. ഞാനിതിൽ വോയിസ് ക്ലിപ്പുകൾ ഒന്നും വെക്കാതെ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടും, വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യും, നാളെ ഈ കോളേജിലുള്ള ഇതേ അധ്യാപകന്മാരും സ്റ്റാഫുകളും അധ്യാപികളും ഒക്കെ എന്ത് ചെയ്യുന്നറിയൂ, കേസ് എന്ന പേരിൽ ഇവരെ സസ്പെൻഡ് ചെയ്യും. അവർ തിരിച്ചു വന്നതിന് ശേഷം ഈ വോയിസ് ക്ലിപ്പുകൾ ആരതൊക്കെയാന്ന് പറഞ്ഞ് തപ്പിപ്പോയി ഈ കുട്ടികൾക്കെതിരെ ആക്ഷൻ എടുത്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കും. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വോയിസ് ക്ലിപ്പുകളൊന്നും ഞാൻ വെക്കുന്നില്ല. പക്ഷെ അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്ത് തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ നിതിൻ രാജിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ്, കോളേജിൽ നിന്ന് അവൻ അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട്. എന്നാൽ ഇതിൽ സ്റ്റാഫുകളും അവിടുത്തെ HODയും പിന്നെ അവിടുത്തെ സീനിയേഴ്സും ഇവർ മാത്രമല്ല വില്ലന്മാർ. ഇതിനകത്ത് വേറെ ഒരു സൈഡുണ്ട്. ആ സൈഡ് മീഡിയ പറയുന്നില്ല. ആ സൈഡ് എനിക്ക് നിങ്ങളെ അറിയിക്കണം. ഓക്കെ, ആദ്യം ഈ ന്യൂസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. തിരുവനന്തപുരം മുഴമലക്കലിലെ വാടക വീട്ടിൽ നിതിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിൽ പരിശ്രമിച്ച് നേടിയ മെറിറ്റ് സീറ്റ് കോഴ്സിന് ചേർന്നിട്ട് 1 വർഷം പോലുമായില്ല. അതിനു മുന്നേ ആ വീട്ടിലേക്ക് എത്തിയത് നിതിന്റെ മരണവാർത്ത. ഇന്നലെയാണ് അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ നിതിനെ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു കുടുംബം. ക്യാമ്പസിൽ നേരിട്ട പീഡനങ്ങൾ നിതിൻ മൂത്ത സഹോദരിമാരോട് പറഞ്ഞിരുന്നു. ആദ്യം സീനിയർ വിദ്യാർത്ഥികളും പിന്നീട് അധ്യാപകരും നിതിനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് സസ്പെൻഡ് ചെയ്തു. സ്റ്റുഡൻറ്റിൻ്റെ പാരൻസിൻ്റെ ഒന്നും ഒരു കംപ്ലൈൻറ്റോ ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് എന്താണ് റീസൺ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഇതുവരെയും പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പരാതി ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒഫീഷ്യലായിട്ട്. ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം, ഇന്നലെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മളും കേൾക്കുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് കാരണം നേരത്തെ 1 മാസത്തോളം നിതിൻ വീട്ടിൽ വന്ന് മുറി അടച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. അന്ന് പഠനം മുടങ്ങുമോ എന്ന ആശങ്കയെ തുടർന്നായിരുന്നു കോളേജിലേക്ക് മടങ്ങിയത്.
നിതിന്റെ മരണത്തോടെ ആശയേറ്റ് അച്ഛനും അമ്മയും 2 സഹോദരിമാരും. ഇവരുടെ വീട്ടിൽ ഇപ്പൊ സഹോദരിമാർക്ക് ഈ നിതിന്റെ ഫുൾ ആ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അറിയോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല, ബിക്കോസ് ഞാൻ അവരായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾ ഈ കേട്ടത് ഒരു സൈഡ്, ഓക്കെ, സീനിയേഴ്സിൽ നിന്നുള്ള റാഗിങ്ങും HOD-യിൽ നിന്നുള്ള ഈ പറഞ്ഞുള്ള അധിക്ഷേപങ്ങളും സ്റ്റാഫുകളിൽ ഭാഗത്ത് നിന്ന് വരുന്ന ഈ അധിക്ഷേപങ്ങളൊക്കെ ഒരു സൈഡാണ്. നിതിൻ ഇത്രത്തോളം അധിക്ഷേപവും ആക്ഷേപവും ഒക്കെ കേൾക്കാൻ വേണ്ടി നിതിൻ പ്രത്യേകിച്ച് ആ കോളേജിൽ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ആ കോളേജ് അങ്ങനെയാണ്, അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ ട്യൂട്ടേഴ്സും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരാരെ കിട്ടിയാലും ഈ രീതിയിലാണ് അവർ ഹാൻഡിൽ ചെയ്യുക. അതൊരു ഒരു സൈഡാണ്. പക്ഷെ നിതിൻ രാജിൻ്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയൊരു സീൻ എന്താ വെച്ചാൽ, ഒരു കുട്ടികൾ പോലും, നിതിൻ രാജിൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടികൾ പോലും പ്രതിഷേധം എന്നുള്ള രീതിക്ക് പുറത്തു വരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, അതെന്താ ആരും പുറത്ത് വരാത്തത്? ഓക്കെ, ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് പേടിയായിരിക്കും, അത് സീനിയേഴ്സ് സപ്പോർട്ട് ചെയ്ത് അവർ വരെ പുറത്ത് കൊണ്ടുവരണ്ടേ. ആ അന്വേഷണം ചെന്ന് എത്തിയത് എവിടെയാണെന്നറിയോ? ലോൺ ആപ്പിലേക്കും പിന്നെ ഒരു തേൻകെണി കഥയിലേക്കുമാണ്. ഇത് നിങ്ങൾക്ക് ഒരു മീഡിയ ഇവിടെ പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റോ റിപ്പോർട്ടറോ 24-ഓ ബിഗ് TV-യോ ഇവിടുത്തെ ഒരു ചാനൽസും എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. വൈ? നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായ ന്യൂസുകളല്ലേ. ഈ നിതിൻ രാജിന് ഫസ്റ്റ് ഇയർ ഇപ്പോൾ ഈ പഠിച്ചൊരു ടൈമിന് ഈ ഒരു സമയം കൊണ്ട് ഈ പയ്യൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു തേൻകെണി ഇഷ്യൂ ആ കോളേജിലുണ്ട്. ഓക്കെ, തേൻകെണി എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഞാൻ പറയുന്നില്ല, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു തേൻകെണി, ആ ഇഷ്യൂ കാരണം ഈ പയ്യന് സാമ്പത്തികമായ പ്രശ്നം വന്നു. വീട്ടിൽ പറയാനും ചോദിക്കാനും പറ്റില്ല. ഓക്കെ, സാമ്പത്തികമായ പ്രശ്നം. ഈ വിഷയം വന്ന സമയത്ത് ഇവനൊരു ലോൺ ആപ്പിൽ നിന്ന് കടമെടുക്കുകയാണ് പൈസ. പെട്ടെന്ന് പൈസ സെറ്റിലാക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുക്കുന്നത് ഈ പയ്യൻ്റെ അമ്മയുടെ പേരും, ഇവൻ പഠിക്കുന്നത് BDS ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ജനറൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വേറൊരു ട്യൂട്ടറുടെ പേരുമായിട്ട് വളരെ സിമിലർ അല്ല, സെയിം ആണ്. ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്ത് ലോൺ ആപ്പിൽ നിന്ന് ഈ പയ്യൻ, അതായത് അമ്മേനെ ഗാർഡിയൻ പൊസിഷനിൽ വെക്കേണ്ട സ്ഥലത്ത് ആ ഒരു ടീച്ചറിൻ്റെ പേരെടുത്ത് വെച്ച് അത് ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്തപ്പോൾ ആ നമ്പറും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഈ പയ്യന് ഇത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ മാഡത്തിന് വിളി പോയി. ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആ മാഡത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അമ്മയുടെ പേരും ഞാൻ പറയുന്നില്ല. ആ മാഡം ഇത് BDS ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ കംപ്ലൈൻറ്റ് കൊടുത്തത് റിലേറ്റഡ് ആയിട്ട് ഈ പയ്യനെ വിളിച്ചു വരുത്തി ഭീകരമായ രീതിയിലുള്ള ഹരാസ്മെൻ്റ് ആണ് അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു HOD. ഈ HOD-ൻ്റെ സീന് ഞാൻ പറഞ്ഞുതരാം. ഈ പരനാറി ചെറ്റ, ഓക്കെ, HOD റാം എന്നാണ് ഇവൻ്റെ പേര്. ഈ നാറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കില്ല. ഇവൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി സമയവും ഭാരതത്തിനെ കുറിച്ചും മോദിനെ കുറിച്ചും, സ്ത്രീ പുരുഷൻ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത പറയുക, കുട്ടികളെ ബോഡി ഷെയിം ചെയ്യുക, നിറം നോക്കി കളിയാക്കുക, അങ്ങനത്തെ ഒരു ക്ലാസ് ചെറ്റ. അതാണ് ഈ ചങ്ങായി. ഇവനിത് മാത്രമല്ല, ഇവൻ എന്തോ റീസെൻ്റ്ലി ഇവൻ്റെ വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഈ പയ്യൻ്റെ അമ്മ കരഞ്ഞ് പറയുന്നൊരു വിഷ്വൽ ഉണ്ട്, അതിൽ ഞാൻ വെക്കാം. അതിൽ അമ്മ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ വായ കൊണ്ട് പറയുന്നില്ല, കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ നാളെ നമ്മളാണ് പ്രശ്നക്കാർ. അതൊക്കെ മനസ്സിൽ വെച്ച് കുട്ടികളുടെ നേരെ തീർക്കുക, കമ്പാരിസൺ ചെയ്യുക കുട്ടികളെ. കോളേജിലുള്ള കുട്ടികളെ ഈ HOD തൂക്കിയിട്ട് ഈ വാഴ സിനിമയിൽ കണ്ട പോലെ സെയിം വാഴ 2 സെയിം സിറ്റുവേഷനാണ്. അപ്പുറത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവർ 2 പേരും, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ഇവർ 2 പേരും, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക, അത് കണ്ടുപിടിക്കാൻ നടക്കുക. ആ രീതിയിലൊരു ക്ലാസ് തെണ്ടി ഇവൻ്റെ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഡിപ്രഷന് മരുന്ന് കഴിച്ച് ഇപ്പോഴും അവിടെ പഠിക്കുന്നവരുണ്ട്, പഠിച്ച് പുറത്തു പോയവരുണ്ട്. എനിക്ക് ഈ കോളേജിലെ ഇപ്പം പഠിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ പുറത്തു വിടണ്ട. നിങ്ങളെല്ലാം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സ്, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ നാറിയിൽ നിന്നും ഇവിടുത്തെ ചെറ്റ സ്റ്റാഫുകളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റിലിടും. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കണ്ടിട്ട് അതിൽ തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഇടണ്ട. നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അറിയട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ. ആൻഡ്
എക്സ് സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, പൂർവ്വ വിദ്യാർത്ഥികളോട്. നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നിലപാട് നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് ഐഡന്റിറ്റി പറയാം. നിങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങി നിങ്ങൾ അനുഭവിച്ച ഹരാസ്മെന്റ് നിങ്ങൾ പറയാതെ ഇത്രയും കാലം മിണ്ടാതിരുന്നതാണ് ഇപ്പോൾ അവിടെ ആ കുട്ടികൾ ഇപ്പോഴും അനുഭവിച്ചിരിക്കുന്നത് ഒരു ജീവൻ അവിടെ പോയത്. ഓക്കെ, ആ പയ്യന്റെ ഭാഗത്തുനിന്ന് വേറെ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ തേൻകണിയും അതിന്ന് ലോൺ ആപ്പ് വഴി ടീച്ചറുടെ ആ ഒരു ഇതൊക്കെ വെച്ച് ലോൺ പൈസ എടുക്കലും എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ തീരുന്നു. അല്ലെങ്കിൽ ഒരു പയ്യനെ വിളിച്ചിട്ട് ഈ രീതിയിൽ ഹറാസ് ചെയ്ത് കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ ഇത് തീർക്കണ്ടേ? ഇവിടെ കൊലപാതകം ചെയ്തവന് പീഡകരെ അടക്കം ഇവിടെ നിയമവും കോടതിയും പരിപാടികളും ഒക്കെ ഉണ്ട്. അവരെ പറഞ്ഞേക്കുന്നത് എന്തിനാ? അവർ മാറി തിരിച്ചു വരാനാ ജയിലിൽ പറഞ്ഞേക്കുന്നത്. ഒരു കോളേജിൻ്റെ അകത്ത് ഒരു പയ്യനൊരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ആ പയ്യനെ വീണ്ടും വിളിച്ചു വരുത്തി അവൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് അവൻ്റെ നിറത്തിനെയും പറഞ്ഞ് കളിയാക്കി അവനെ പൂര തെറിയും വിളിച്ച് തെമ്മാടിത്തരവും പറഞ്ഞ് അങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യണ്ടേ? അങ്ങനെയുള്ളവരെ നമ്മളെങ്ങനെ ടീച്ചേഴ്സ് വിളിക്കാൻ പറ്റും? അപ്പം ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേറെ എവിടെയും മീഡിയയിലൊന്നും കേട്ട് കാണില്ല. ഓക്കെ, അത് ഈ നാളുകളിൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇവിടെ മീഡിയ ആണെങ്കിലും ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിലും ഇവരൊക്കെ തമ്മിൽ ഒരു തരം ഉണ്ട്, കൈകൊടുക്കലുണ്ട്. അതില്ലാത്ത മീഡിയാസ് ഒന്ന് ഡീപ്പായിട്ട് ഈ പയ്യൻ്റെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു, കോളേജിൽ ഈ ഉണ്ടായ വിഷയത്തിൻ്റെ കോർ ബേസ് എവിടുന്നാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ ലോൺ ആപ്പിലേക്കും തേൻകണിയിലേക്കും ഒക്കെ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ കിട്ടും. ആൻഡ് ഇപ്പോൾ ആ കോളേജിൽ കുട്ടികൾ അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പയ്യൻ്റെ അമ്മ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് പോവാം. നിതിൻ പറഞ്ഞത് അവന് പഠിക്കണതിൽ ഭയങ്കര ഇതാണ്. അപ്പോഴും HOD പറഞ്ഞു, റാം എന്നാണ് അയാളെ പേര്. അപ്പൊ HOD പറഞ്ഞു, അമ്മ ഞാൻ പഠിക്കണതുകൊണ്ട് അയാൾ ഭയങ്കര ഇതാണ്, 10 മാർക്കിന് കുറയ്ക്കുമെന്ന് പറഞ്ഞു. 10 മാർക്കിന് തന്നെ ഞാൻ കുറപ്പിക്കൂടാന്ന് പറഞ്ഞു. അപ്പോഴവിടെ ഉള്ള ടീച്ചർമാരും ഒരു ലതാമൻ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമാണ് ഈ മോന്. പിന്നെ പ്രിൻസിപ്പാൾ ഇവിടെ കാട്ടാക്കട ഉള്ളതാണ്, അവർക്ക് ഇവരോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോഴും ഇവരവിടെ ആദ്യം ഒരു 2-3 മാസത്തേക്ക് മുമ്പ് ഇവൻ പുഴുത്ത പട്ടിയെന്നും പിന്നെ ജാതി പറഞ്ഞ ആക്ഷേപം, അത് എല്ലാവരും അങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം? ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ ഇതിനോട് എന്തെങ്കിലും പ്രശ്നം? അവരിതില്ല. പക്ഷേ ഇയാളെ മോള് ഇറങ്ങിപ്പോയി എന്റെ വൈരാഗ്യം ഈ കോളേജ് പിള്ളേരോടെയാണ് കാണിക്കണം. പക്ഷെ ഈ പഠിക്കുന്ന പിള്ളേരെ അയാൾക്ക് ഇഷ്ടമില്ല. അയാൾക്ക് എല്ലാം ഈ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയൊക്കെ ഉള്ള ആ പിള്ളേരോടെയാണ് ഇയാൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളല്ല ഇപ്പൊ ഈ പുതിയ കുറെ കുട്ടികൾ. അപ്പൊ അത് ഇയാള് അതിൽ ഈ പിള്ളേരെ വെച്ച് മുതലെടുത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടമ്മ, ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, അയാളെ മുഖത്തോ ഒന്നും നോക്കില്ല. അയാൾ 1-2 കേസ് ആരെയൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞത് കോളേജിൽ പാട്ട് കാണും. ഞാൻ പറഞ്ഞു, അങ്ങേരെ അടുത്ത് പോവേ, അയാൾ പറഞ്ഞ വരവിലോ കാറൊക്കെ പറഞ്ഞ മക്കൾ ഓടി മാറിക്കളയണേ മക്കളെ. അങ്ങനെ 2 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിന്റെ ഈ റാമെന്ന് പറയണ. അപ്പൊ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലാതെ വേറെ ഒരു വിഷയമല്ല. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയണ ഒരു വ്യക്തി അല്ല. മാർച്ച് 13-14 പറഞ്ഞ് നിന്റെ ബോഡി നാട്ടിലേക്ക് അയക്കും ഫോൺ കോളിൽ. അതിപ്പോ റെക്കോർഡ് സൈബർ സെല്ലിന് വിട്ടിട്ടുണ്ട്, അതെടുക്കാനുള്ള. നിന്റെ നാട്ടിലേക്ക് നിന്റെ ബോഡി ഉൾപ്പെടെ അയക്കും, നീ കരുതിയിരുന്നോളാം പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ല, എന്റെ മോളോടെയാണ് പറഞ്ഞ, ഇളയോടെ. അങ്ങനെ അവരിപ്പോ സൈബർ സെല്ലിന് വിട്ടിട്ടുണ്ട്. മയക്കുമരുന്ന മദ്യോ വേറെ ഒന്നുമില്ലാത്ത ഒരു നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു കൊച്ചു പയ്യനായിരുന്നു. അവര് മൃഗീയമായിട്ട് കൊന്നു. പിന്നെ അവിടെ HOD ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. യവന മൊത്തത്തില് പട്ടി, പുഴുത്ത നാറി ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കും. 2ാമത് കറുപ്പാണ് എന്റെ പോയി, കറുത്ത നിറം, കറുപ്പ് കളറ് പറഞ്ഞ് അധിക്ഷേപിക്കും. 3ാമത് ഞാൻ കൂലിപ്പണിക്കാരനാണ്, അത് പറഞ്ഞ് അധിക്ഷേപിക്കും. 4ാമത് അവർ SC-കാരനാണ്, അത് പറഞ്ഞു ആക്ഷേപിക്കും. അങ്ങനെ മൊത്തത്തില് വിദ്യാർത്ഥിനികളെ മുമ്പേ അവനെ മൊത്തം ആക്ഷേപിക്കും ഇങ്ങേര്. ഓക്കെ, ഇതാ പയ്യന്റെ അമ്മയും അച്ഛനും അവരവരുടെ ഇമോഷനിൽ അവരുടെ മകൻ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് അറിയുന്നത് മാത്രമാണ് അവർ പറഞ്ഞിട്ട് പോകുന്നത്. അവരറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ ബി ചേച്ചിമാർക്ക് അറിയുന്നുണ്ടാവും. അതോ ഇനിയിപ്പോൾ ഈ ലോൺ ആപ്പിൻ്റെയും തേൻകണീൻ്റെയും വിഷയമൊന്നും ചേച്ചിമാർക്കും അറിയില്ലേ എന്നുള്ളത് അറിയില്ല. എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ആ കാര്യത്തിൽ. വാട്ടെവർ, ഇനിയിപ്പോൾ ഈ പയ്യനെ ഈ സീനിയേഴ്സ് റാഗ് ചെയ്തു എന്ന് പറയുന്നു. ഈ പയ്യനെ ഇനിയൊരു തേൻകണി ട്രാപ്പിലേക്ക് പെടുത്തിയത് ഈ സീനിയേഴ്സ് ആണോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യന് ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി അവനെ പൈസ ഡിമാൻഡ് ചെയ്ത് അവനെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി ഇട്ടത് അവിടുത്തെ സീനിയേഴ്സ് ആണോ എന്ന് അന്വേഷിക്കണം. അവിടുത്തെ സീനിയേഴ്സും
അവിടുത്തെ ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ HODയും തമ്മിലുള്ള വേറെ പല കച്ചവടങ്ങളുടെ കഥയും അതും ഒന്ന് പോലീസ് അന്വേഷിച്ചാൽ വളരെയധികം നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ കോളേജിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് ഞാൻ. എന്തിനാണ് ഈ യുവജന സംഘടനകൾ KSU SFI എന്നൊക്കെ പറഞ്ഞ് കുറേ കീറാമുട്ടി സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്കൊക്കെ കൊടി പിടിക്കാനും നിങ്ങൾക്കൊക്കെ ഷോ കാണിക്കാനും വല്ല മറ്റേത് വോട്ടിങ് വരേണ്ടി വരും. ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം കുത്തിപ്പൊങ്ങി വരുന്ന ഐറ്റങ്ങൾ മാത്രമായിട്ട് നിങ്ങളൊക്കെ മാറിയോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളും കോളേജിൽ കുട്ടികൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യില്ലേ? നിങ്ങളെ പിടിപ്പേട് നിങ്ങളെ കഴിവുകേടാണ്. ഒരു കോളേജിൽ ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ട് ഈ രീതിയിൽ എന്നുണ്ടെങ്കിൽ, ആ കോളേജിലെ സാറുമാർ ഇതേപോലെ കുട്ടികളെ ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിപ്പേടാണ്. ഇങ്ങനത്തെയൊക്കെ കോളേജ് അത് ഞാൻ ഞെട്ടിപ്പോയി. ലിറ്ററലി ഒരാളും ആയ ഓർക്കുന്നില്ല. എല്ലാവരും കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രോ എവിടെ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞത് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ പേടിക്കുകയാണ്. അവർ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വരെ പേടി എന്ന് പറയുമ്പോൾ എന്താ കോളേജും അവിടുത്തെ ഈ ടീച്ചേഴ്സിൻ്റെ ഒരു ഹാൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലൊന്നും മക്കളെ വിട്ട് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഗവൺമെൻറ് ഫെസിലിറ്റിക്കകത്ത്. ഇതിപ്പോൾ സസ്പെൻഷനിലേ പോയിട്ടുള്ളൂ ഒരുത്തൻ. കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു കയറി വരും. വയനാട് നമ്മളിത് കണ്ടാ സിദ്ധാർത്ഥിൻ്റെ ഇഷ്യൂവിൽ. അതൊക്കെ എവിടെ എത്താൻ പോകുന്നില്ലതൊന്നും. കുട്ടികൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ കഴിഞ്ഞു വരുന്ന തലമുറയ്ക്കും മര്യാദയ്ക്ക് അവിടെ മുന്നോട്ട് പോകാം. അവിടെ ഈ പറയുന്ന ഒരു റാം എന്ന് പറഞ്ഞ സ്റ്റാഫിൽ മാത്രം നിൽക്കുന്നതല്ല കേട്ടോ കോളേജിലെ വിഷയങ്ങൾ. ഏതോ ഒരു ഹാഷിം എന്ന് പറഞ്ഞ അടുത്തുണ്ട്, അങ്ങനെ കുറേ സ്റ്റാഫുകളുണ്ട്. എല്ലാം പോക്കാ, എല്ലാം ഇതന്നെ അവസ്ഥ. കുട്ടികളെ ഒരുമാതിരി നിറം പറഞ്ഞും വേറെ കണ്ണിലൂടെ കണ്ടും ബോഡി ഷെയിം ചെയ്തും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചും അങ്ങനെ വായ തോന്നുന്ന എല്ലാ തെമ്മാടിത്തരും തെറിയന്മാർ വിളിക്കും. മനസ്സിലായോ? അത്രയും A ക്ലാസ് പറയണില്ല. എന്താ അറിയോ, വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും പറയും ഡോളർ കിട്ടാൻ വേണ്ടിയല്ലേ വീഡിയോ ചെയ്യണമെന്നുള്ളത്. ചില വീഡിയോ ചെയ്യുമ്പോൾ തോന്നും 10 തെറി വിളിച്ചിട്ട് ഡോളറും വേണ്ട സാധനം വേണം. പക്ഷെ ഇത് ഡോളറിൻ്റെ വിഷയമല്ല. തെറി വിളിയും അതേപോലെ റെസ്ട്രിക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ പിന്നെ 10 ആൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെ 10 ആൾ കാണണം. ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല. രേണുസുധീൻ്റെ ക്ലീവേജും ഫസ്മിന ലല്ലുവിൻ്റെ കുൽസിതും ആണെന്നുണ്ടെങ്കിൽ ഇത് 10 ആൾ കൂടുതൽ കാണുന്നുള്ളത് എനിക്കറിയാം. ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ആരും കാണില്ല, ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ല. ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ പറയാറുമില്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ 10 ആൾക്ക് കൊടുത്ത് ഈ കോളേജിലൊക്കെ നടക്കുന്ന ഇമാതിരി തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ മീഡിയാസ് ഇവിടെ ഒളിപ്പിച്ച് വെക്കുന്ന ഈ ഒളിച്ചു കടത്തൽ പരിപാടികൾ മീഡിയൻ്റെ. ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ A to Z ഒരു യൂട്യൂബ് ചാനലും വെച്ച് കാറിനകത്തൊരു സ്റ്റാൻഡ് പോലും ഇല്ലാതെ കയ്യിൽ ഫോണും പിടിച്ചിരുന്ന് വർത്താനം പറയുന്നത് എനിക്ക് ഇത്ര ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ചാനലിന് ഒരു റിപ്പോർട്ടർക്ക് എത്ര സോഴ്സ് ഉണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടും? ജനങ്ങളെ മണ്ടന്മാരാക്കണം അവരൊക്കെ. ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാലേ ആളുകൾക്ക് കേട്ട് തീരുമാനിക്കാൻ പറ്റൂ, കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റൂ. മീഡിയ ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ് ന്യൂസ് ചാനൽസ്.